ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇഫ്താറിന് വേണ്ടി തയ്യാറാക്കാവുന്ന ഒനിയൻ പക്കവട എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി 2 വലിയ സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തിരുമ്മി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഉള്ളിയിലെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം ഉള്ളിയിലെ വെള്ളമെല്ലാം ഇതുപോലെ ഇറങ്ങി വന്ന് ഉള്ളി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞെടുത്തത്. ഇത്രയും ചേർത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, സവാളയിലെ വെള്ളം തന്നെ ഇത് കുഴച്ചെടുക്കാനുണ്ടാവും. ഇനി ഇത് അടച്ചു വെച്ച് അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ഓരോ പിടി ഇട്ട് കൊടുക്കാം. പ്രത്യേക ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം മറ്റേ ഭാഗവും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശമൊന്നും ഫ്രൈ ആയി കിട്ടൂല. ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് ടൈം വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.